നമസ്കാരം. നമ്മളറിയാം ഇന്നലെ മുതൽ ഒരു വീഡിയോ കിടന്ന് കളിക്കുന്നുണ്ട്, ടിനി ടോമിൻ്റെ ഒരു വീഡിയോ. ടിനി ടോമിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ടിനി എവിടെ പോയാലും മിമിക്രി അവതരിപ്പിക്കണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ ടിനി മിമിക്രി അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുരേഷ് ഗോപിയുടെ സൗണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അത് കൃത്യമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം ഫുൾ വീഡിയോ ഇടുകയും ചെയ്തു. എന്നാലും ടിനീനെ എയറിൽ കയറ്റിയിരിക്കുകയാണ്. പക്ഷേ ടിനി എയറിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ഒരു സംശയമില്ല. അതിന് തന്നെയാണ് ഞാൻ ടിനിയെ. ടിനി നമസ്കാരം. ഈ പറഞ്ഞ പോലെ ടിനി എപ്പോഴും എയറിലാണ്. എനിക്കറിയാം നിങ്ങളും സുരേഷ് ഗോപി ചേട്ടനായിട്ടുള്ള ഏറ്റവും ആത്മബന്ധമുള്ള ആളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന. എന്താണ് അവിടെ സംഭവിച്ചത്? മിഖായൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വരുന്നത് 5 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ശിവാജി ഗുരുവായൂരുണ്ട്, അവിടെയുള്ള എല്ലാ പാർട്ടിയുടെ ആൾക്കാരും ഉണ്ട്. സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ സ്വർണ്ണക്കടയുടെ ആയിരുന്നു. അവിടെ അക്ഷയ സെൻറ്റർ പോലത്തെ ഒരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്. മുകളിൽ മറ്റേ ലോൺ കൊടുക്കുന്നു. അങ്ങനെ 5 സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാമല്ലോ, ഞാൻ കണ്ട വീഡിയോയിൽ രണ്ടായിട്ട് വീഡിയോ അതായത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിമിക്രി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്കയും സുരേഷ് ചേട്ടനൊക്കെയാണ്. അപ്പോൾ ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് അന്ന് കാലത്ത് നടന്നൊരു സംഭവം, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, സുരേഷ് ചേട്ടൻ ചെയ്തൊരു സംഭവമായിട്ടാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, മിഖായിൽ എനിക്ക് വേണം, ആ സ്ഥാപനത്തിനാണ് പറഞ്ഞത്. മിഖായിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അലീനെ പോലുള്ള ആൾക്കാർ എന്നെ പോലെ ആക്കിയല്ലേ? അല്ല, ഓൺലൈൻ ഞങ്ങളെല്ലാവരും ഓൺലൈൻ അന്ന് മെയിൻ മാധ്യമങ്ങളെല്ലാം പോയി ബൈറ്റ് വെച്ചപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംഭവിച്ചു. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വന്ന കണ്ടപ്പോൾ ഞാൻ, പക്ഷെ ഇപ്പം ഇന്ന് വീഡിയോയിൽ കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. പുതുമ വേണമല്ലോ. പുതുമ വേണം. അപ്പോൾ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ടോ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് കടപ്പാട്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇത് തൃശ്ശൂർക്കാരോട് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് തൃശ്ശൂർക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വളച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സുരേഷ് ചേട്ടൻ തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ചേട്ടൻ മനസ്സിലായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം പുള്ളി വേറൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലടാ ഞാൻ നിന്നെ തിരിച്ചനുകരിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം സുരേഷ് ചേട്ടനുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര ബന്ധമല്ല, അത് രാഷ്ട്രീയമായിട്ട് ഞാൻ പിന്തുടരുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. ഇപ്പോൾ അലിയുടെ തന്നെ ചോദിക്കാം, അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് തഴക്കവും വഴക്കമുള്ള ഒരാളല്ല. പെട്ടെന്ന് ശുഭിതനാവും, പെട്ടെന്ന് ഇമോഷൻസ്, സാധാരണ ഒരു മനുഷ്യൻ്റെ ഇമോഷനാണ്, അത് എനിക്ക് കൂടെ നടക്കുന്നതുകൊണ്ട് അറിയാം. പക്ഷെ അത് അപ്പം തന്നെ മറന്നു പോകും. ഒരാളെയും ദ്രോഹിക്കരുതെന്നുള്ള പുള്ളിയുടെ മനസ്സിലുണ്ട്. അന്ന് ആ ടി വിയുടെ ആ ഒരു കുട്ടിയുടെ പ്രശ്നത്തിൽ അതിന് പുള്ളിയെ പറഞ്ഞത് ഒരിക്കലും ഉപദ്രവിക്കരുത്, ഒരിക്കലും. അതാണ് മനസ്സ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചതാണ്, ഒരാളെയും വേദനിപ്പിക്കരുത് എന്നുള്ളൊരു മനസ്സാണ്. അപ്പം അങ്ങോട്ട് ഇതിൽ പോകുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് വിടും. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ MP ആയതിനു ശേഷം തൃശ്ശൂർ എന്തൊക്കെ നടന്നിട്ടുണ്ട് അലി എന്ന് പറയാം. നല്ല വികസനം നടത്തിയ ഒരു വ്യക്തി തന്നെയാണ്. അല്ല, തൃശ്ശൂർ മന്ത്രിയാകുന്നതും പിന്നെ അദ്ദേഹം കയ്യിലുള്ള പൈസകൾ എത്ര പേർക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ട്, അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പം സിനിമയാണ് പുള്ളിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡയലോഗ് തന്നെയെന്ന് എനിക്ക് തോന്നിയേക്കണം. എനിക്ക് പേഴ്സണൽ തോന്നി അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ വിശദീകരണത്തിന് വന്നിട്ട് ഭയന്നിട്ടൊന്നുമല്ല. എനിക്ക് പറയണമല്ലോ, നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയാനുള്ളവരൊക്കെ പറഞ്ഞല്ലോ. എനിക്കെൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു ഇടം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം സുരേഷ് ചേട്ടൻ ഒരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനന്തപുരത്ത് മാത്രം നീ വന്നാൽ മതിയെന്ന്. അതൊരു ഏൽപ്പിക്കലാണത്. അവിടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനാണ് നിൽക്കുന്ന മകളുടെ കല്യാണത്തിന് ആളെ പിടിച്ചിട്ട്. അത് ക്യാമറയുടെ മുമ്പിൽ വരാനൊന്നുമല്ല, അത് നമ്മുടെ ഒരു കടമയാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ എന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടത് ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. എനിക്ക് BJPയുടെ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടൊക്കെ പരിചയമുണ്ട്. കാരണം അവർ രാഷ്ട്രീയ പരിപാടി പങ്കെടുക്കുന്നതല്ല, അവർ വിളിക്കുന്ന പല പരിപാടികൾക്കും. ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തൊന്നും ചെയ്തിട്ടില്ല ഫോണിൽ. എൻ്റെ ഫോൺ നമ്പർ എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരാൾ പോലും കമൻസിൽ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പിന്നെ അതൊരു തൊഴിലാണ്. പക്ഷേ അത് അവരുടെ വേദന ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് വിശദീകരിക്കാനുള്ളതാണ്, ഒരിക്കലും സുരേഷ് ചേട്ടനെ ഞാൻ തള്ളിപ്പറയില്ല. അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, കോമഡിയുടെ രീതിയിൽ അവതരിപ്പിച്ചാണ്. അതും മാധ്യമങ്ങളോട് പറയുന്ന രീതിയിലാണ്, തൃശ്ശൂർക്കാരോട് പറയുന്ന രീതിയിലല്ല. എന്തായാലും വോട്ട് ചെയ്തത് സാധാരണ ജനങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ ചെയ്തത്. അദ്ദേഹം കുറച്ച് കാലയളവിൽ തന്നെ അതിനുള്ള പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എനിക്കറിയാം പുള്ളി ഇത് കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നൊന്നും കാശ് എടുക്കാതെ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതുപോലെ നമ്മൾ ഷൂട്ടിങ്ങിന് കിട്ടുന്ന കാശ് അത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതാണ്, നിസ്സാരമൊന്നുമല്ല. നമ്മൾ ആയുസുകൾ കറിയും സുഖമൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ അറിയാമല്ലോ. ഒരു നടൻ്റെ അവസ്ഥ അതാണ്, ടാറുപണി തന്നെയാണ്. കാരണം കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചൂടത്ത് നിൽക്കാണ്ട് പറ്റില്ല. കാരണം നമ്മുടെ ഇവിടെ ഫാനൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനാണെങ്കിൽ.
അപ്പോൾ അത്രയും ആയുസ് കളഞ്ഞ് പണിയെടുത്ത കാശ് കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിപ്പിക്കാൻ ഇതിനൊന്നുമല്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. സുരേഷ് ചേട്ടനെ ട്രോൾ ചെയ്യുന്നു, ഒരു മിമിക്രി അവതരിപ്പിച്ചതിൻ്റെ അവസ്ഥയാണ്. അങ്ങനെയാണ് ഇതിനു മുമ്പ് എത്രയോ ആർട്ടിസ്റ്റുകളെ മിമിക്രി ചെയ്തിട്ടുണ്ട്. എത്രയോ സ്റ്റേജിലിരിക്കും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള, ഉമ്മൻചാണ്ടി സാറിന് ഉൾപ്പെടെ ഉള്ള ഒരു നിങ്ങൾ അപ്പോൾ സ്റ്റേജിൽ ശിവജി ഗുരുവായൂരപ്പുണ്ട്. അപ്പം ഞാൻ അതും അദ്ദേഹത്തെ കുറിച്ച് എമ്പുരാനെ കുറിച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല, നേരത്തെ പോയി കണ്ടോളാൻ പറയുന്നുണ്ട്. അതൊക്കെ തമാശയുടെ ഭാഷയല്ലേ, ഇത് കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ചെയ്ത വേഷം ഏതാന്നുള്ള അറിയാം. അപ്പൊ അത് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, അവർ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ ആ രീതിക്കും പറഞ്ഞോടെ. അപ്പൊ അത് കണക്ട് ചെയ്ത് പറയുന്നതാണ്, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് പറഞ്ഞതല്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഇതില്ലാതെ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ജീവിതത്തിൽ ആരും ഉപദ്രവിക്കാറുമില്ല, വേദനിപ്പിക്കാറുമില്ല, ഒരു വാക്കുപോലും പറയാറില്ല. അപ്പോൾ ട്രോളി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളെ ട്രോളേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണിത്, അദ്ദേഹം ആസ്വദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ അദ്ദേഹത്തിന് വീഡിയോ അയച്ചു കൊടുത്തു, ഫുൾ വീഡിയോ ഞാൻ അയച്ചു കൊടുത്ത് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് ട്രോളുകൾ വന്നതിന് ശേഷം കട്ട് ചെയ്ത് അടർത്തി ഇട്ടതിന് ശേഷം അത് മാത്രമേ, അത് കഴിഞ്ഞ ശേഷം ഫുൾ വീഡിയോ ഇടുകയാണ്. നമുക്ക് നമ്മൾ എന്താണ് ചെയ്തതെന്ന് അറിയിക്കണമല്ലോ. നമ്മൾ സ്റ്റേജിൽ ചെയ്തില്ല, അവന് വലിയ ജാടയിൽ പോയി, സിനിമാക്കാരനെ പോയി ജാടയിൽ പോയി എന്ന് പറയും. അപ്പോൾ അവർക്ക് ആഗ്രഹം ഇതൊക്കെ കാണാനാണ്, ഈ എന്റർടൈൻമെന്റ് ആയിട്ട്. അതെ അതെ അതെ. അല്ലാണ്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സുരേഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു അത് ശരി, അങ്ങനെയുള്ള മറ്റേ അന്തിച്ചർച്ചയിലല്ല ഞാൻ പങ്കെടുത്തത്. അതെ അതെ അതെ. നമ്മളൊരു സ്റ്റേജിൽ ചെയ്ത പെർഫോമൻസ് എന്താണോ അത് ചെയ്തു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്, ടിനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് ചെയ്താലും എയറിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്താലും എയറിലാണ്, എയറിലല്ലേ വൈറലാണ്. ഇതിപ്പോൾ എയറിൽ നിന്ന് ഇറങ്ങിയില്ലേ, അത് നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അവിടെ തന്നെ ജീവിക്കും. ഇപ്പം ഞാൻ പടത്തിൻ്റെ പ്രൊമോഷനായിട്ടാണ് നടക്കുന്നത്, 916 കുഞ്ഞു പക്രൂൻ്റെ പടമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കണത് ഒരു ഐറ്റം ചെയ്യും, ഒരു ഇത് ചെയ്യുന്ന ഇപ്പോൾ പറയണത്, ഇതൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ പാട്ട് പാടാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. കാരണം ആൾക്കാർ ആഗ്രഹിക്കുന്നത് എൻ്റെ സീരിയസ് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്പീച്ച് അല്ല, എന്തെങ്കിലുമൊക്കെ സരസമായിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സുരേഷ് ഏട്ടൻ്റെ ട്രോളാനോ സുരേഷ് ഏട്ടനെ കളിയാക്കാനോ സുരേഷ് ഏട്ടൻ്റെ പ്രവൃത്തികളെ ഇതായിട്ട് കാണിക്കാനോ ഒന്നുമല്ല. ഇവിടെ ഏറ്റവും വലിയ വിഷയം ഒരു സാധാരണ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം ചെയ്യുന്നത് മാറിയിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഈ ഇന്നലത്തെ സംഭവം എടുത്ത് ചെയ്തു. മുഖ്യധാര മാധ്യമങ്ങൾ വരെ അതൊരിക്കലും മുഖ്യത്തിൽ നിൽക്കുന്ന ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ എടുത്തിട്ട് ഈ സാധനം അവരെ വെബ്സൈറ്റിലും കൊടുക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ട്രോളി ടിനി ടോം, അതാണ് അതിൻ്റെ ഉദ്ദേശം. സാധാരണ ഒരു ഓൺലൈൻ കുറച്ച് ചെയ്യുന്നത്, ഇത് അതിൽ നിന്നൊക്കെ മാറി കൈവിട്ട് പോയായിരുന്നു. ഇപ്പോൾ എന്തോരം നമ്മൾ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെ ഓരോരുത്തർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും വന്ന ആളാണ്. നമ്മൾ സാധാരണ ജനങ്ങളോടാണ് കടപ്പാട്. അപ്പോൾ അവരാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അവർ പറയുമ്പോൾ ഇവൻ സിനിമയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവന് മറന്നുപോയി, ചെയ്യില്ല അവൻ എന്നൊക്കെ പറയും. അതാണ് ഇന്നലെ സംഭവിച്ചത്. എന്തായാലും സുരേഷ് ചേട്ടനെ നമുക്കറിയാം. സുരേഷ് ചേട്ടനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ വീഡിയോ അയച്ചു. സുരേഷ് ചേട്ടൻ പറഞ്ഞു ഇത് ഞാനും വേറെ രീതിക്ക് അവതരിപ്പിച്ച, എനിക്ക് ഓർമ്മ ജയറാം ഏട്ടൻ ഒരു പാട്ടുപാടിയപ്പോൾ ആ രീതിക്ക് പാട്ടുപാടി അവതരിപ്പിച്ച ആളാണ്. ഇനി അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ. ടിനി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സുരേഷ് ചേട്ടൻ്റെ ഒരു സാധനം കൂടെ ഇനി വൈറലാവുന്ന എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. സുരേഷ് ചേട്ടൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ സുരേഷ് ചേട്ടൻ ഇനി അടുത്തേക്കും മാധ്യമങ്ങളെ കാണൂലെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇനിയും ഉടനെ ഒന്നും കാണില്ല. കുറേ ദിവസങ്ങളായിട്ട് വലിയ ചർച്ച വന്നിട്ട്, എമ്പുരാൻ തൊട്ടുള്ള ചർച്ച രാജ്യസഭയിലും പാർലമെൻറ്റിലും ഗർജിച്ച് ചെയ്യുന്ന സിംഹത്തെ പോലെ ഇരുന്നു. അത് ബ്രിട്ടാസുമായിട്ട് ഏറ്റുമുട്ടി, അത് വലിയ വാർത്തയായി. അതിനുശേഷം മാധ്യമങ്ങൾ വന്നിട്ട് ഇവിടെയും ആ കാര്യങ്ങൾ ചോദിച്ച് അച്ഛനെ മർദ്ദിച്ച സംഭവങ്ങൾ ചോദിച്ചപ്പോൾ അത് രാഷ്ട്രീയമാണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്. രണ്ടായിട്ട് കാണും. ഇത് ഇൻഫർടൈൻമെന്റ് ആണ്. രണ്ടായിട്ട് കാണും. അത് നമ്മളെ പോലുള്ള ആള് ചെയ്യുമ്പോൾ അറിയാം സുരേഷ് ചേട്ടനെ ഞാൻ ഇത് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറുമോ? ഒരിക്കലും മാറില്ല. രാഷ്ട്രീയം ഏതും ആയിക്കോട്ടെ, സഹപ്രവർത്തനം എന്നും സഹപ്രവർത്തനായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സുരേഷ് ചേട്ടനെ കാണുന്ന ഒരു വ്യക്തിയാണ് ടിനി. എനിക്ക് ഇപ്പോഴും ആ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട, സംഘടനയ്ക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടിയാൽ പണം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അത് നമ്മൾ മറന്നുപോലെ. സുരേഷ് ഗോപി ഒരു നടനാണ്. അതെ, സുരേഷ് ഗോപി ഒരു നടനാണ്. നടനിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടനിൽ നിന്നും പൂർണ്ണമായ ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ, സിനിമ സ്റ്റൈൽ, ഡയലോഗുകൾ വരുന്നുണ്ട്. പക്ഷേ ഹൈദരാലി എന്ന് പറയും, ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ള MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്തൊക്കെ വന്നിട്ടുണ്ട് അവിടെ? നിരവധി മാറ്റങ്ങൾ. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നാൽ ആ മണ്ഡലത്തിൽ പോയി എല്ലാവരും കാണാതെ വരില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി വേറെയാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇന്നലെ ടിനി ടോം ചെയ്തത് ഒരു മിമിക്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ട്രോളായിട്ട് മാറില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം. പക്ഷേ എങ്കിലും ടിനി ഇത് പറയേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ടിനീനെ തേടി രാവിലെ തന്നെ വീട്ടിൽ വന്നത്.
അല്ലെങ്കിൽ എനിക്ക് അലീനെ തേടി വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ആ ഫേസ്ബുക്കിൽ അത് ഇട്ടത് ഗുണം ചെയ്തു എന്ന് ഞാൻ പറയുന്നു. അതിലിട്ട് ഞാൻ പിന്നെ ലൈവ് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, ഒരു മീഡിയത്തിൽ കൂടെ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ലൈവ് വരണമെങ്കിൽ ലൈവ് വരാം എന്നുള്ള രീതിയിൽ തന്നെ നിന്നത്. വലിയ പോലുള്ള ഒരാളുള്ളപ്പോൾ എന്തായാലും നിങ്ങളാണല്ലോ. നിങ്ങളൊക്കെ ആരാ? ഇങ്ങനെ സംഭവിച്ച സാധനമാണ്. ഞാൻ മൈക്ക് പിടിക്കാന്ന് ചോദിച്ചു. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് പിടിച്ചു. നിങ്ങളൊക്കെ ആരാ? ആ ഒരു സാധനം ലൈവായിട്ട് ചെയ്തതാണ്. ചെയ്തു. ഇതാണ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ ഇത് ചെയ്തതല്ല. പക്ഷെ വളച്ച് തിരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ കെട്ട കാലഘട്ടത്തിൽ നമ്മൾ വേറെ രീതിയിലാക്കിയതിൽ വളരെയധികം, അതായത് സുരേഷ് ഏട്ടൻ്റെ മനസ്സ് ധരിച്ചാൽ എനിക്ക് മനസ്സ് വേദനിക്കും. വേറൊന്നുമല്ല, അദ്ദേഹം അത്ര മനസ്സ് വിഷമിച്ചിട്ടുള്ള ഒരാളാണ് പല കാര്യങ്ങൾക്ക്. ശരിക്കും അറിയാവുന്ന ആളുകൾ ഒരുപാട് കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കാരണം ലോകത്ത് ഒരാളുടെ കണ്ണീന്ന് കണ്ണീര് വീഴരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ജീവിതത്തിൽ ആരും. ഒരാളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാറില്ല. ഒരാളെ അനുകരിക്കുന്നതിന് മുമ്പ് ഞാൻ സാങ്ഷൻ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ, എവിടെയാണെങ്കിലും. സ്റ്റേജിൽ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കാം. ഇത് പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഫുള്ള് വീഡിയോ ഞാൻ സുരേഷ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്നായിരുന്നു അത് വൈറലായത്. വൈറലും നമ്മൾ വൈറലാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ, ഇതാണ്. അതൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ടിനി എടുത്ത് വരികയും ഇത് ബോധ്യപ്പെടുത്തും. എന്തായാലും സുരേഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേദനയായി മാറിയിട്ടില്ല. അദ്ദേഹം ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അത് കൃത്യമായി ടിനി അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുള്ള മറുപടിയും ടിനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ടിനി എയറിലല്ല, താഴെ തന്നെയുണ്ട് അല്ലേ? താങ്ക് യു. താഴെ തന്നെ വെള്ളത്തിലുണ്ട്. ഓക്കെ, താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.